എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, VD സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങൾ. ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവറോട് ഇങ്ങോട്ട് വരണമെന്ന്. അൻവർ സ്വയം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും ഒക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. എന്തായാലും നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ, ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അല്ലല്ലേ 2 ദിവസം മുമ്പല്ലേ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് UDF-ഓടൊപ്പം വരണം, കോൺഗ്രസോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്നും എൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല. അത് സത്യം. പുതിയ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ്. അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്നൊന്ന് സംസാരിക്കട്ടെ. ഒരു വട്ടം പോലും സംസാരിച്ചതില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് UDF-ൻ്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയൊരു തീരുമാനമെടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക.